ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. സ്ട്രാസ്ബർഗിലെ രണ്ടാമത്തെ ദിവസമാണ്. 25-ാം തീയതി ക്രിസ്മസിൻ്റെ ദിവസമാണ് ഇന്നിവിടെ. സോ നമ്മൾ ഇന്നലെ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ ഈ ഒരു ഡോർമെട്രിയിൽ വന്നു. വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു റൂം എടുത്ത പോലെ ആയിപ്പോയി. കാരണം ആരുമില്ല ഇവിടെ ഇത്രയും 1, 2, 3, 4 പേർക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഡോർമെട്രിയുടെ ഈ ഒരു ഹോസ്റ്റലിൻ്റെ പുറത്തുള്ള ക്യാഷ് ഇതാണ്. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണ്. കുറേയധികം പേരുടെ ക്രിസ്മസ് വിഷസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എല്ലാവരോടും ഒന്ന് 25-ാം തീയതി ക്രിസ്മസിൻ്റെ മെറി ക്രിസ്മസ് നേരുകയാണ്. സോ ലെറ്റ്സ് ഗോ. ഉള്ള ഞാൻ കിടന്ന ബെഡ് ഇതാണേ. അപ്പോൾ ഇതിന് കവറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ഇത് വൃത്തിയാക്കുന്ന ആൾ ഇവിടെ വന്നായിരുന്നു. ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞു ഇതിങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞു. ഡോർമെട്രി സിസ്റ്റത്തിൻ്റെ ഓൾറെഡി എല്ലാം തന്നെ ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഇതും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചത് മാറ്റിയാണ്. സോ നമ്മളങ്ങനെ റൂമിൻ്റെ പുറത്തിറങ്ങി. ഇവിടെ കുറേ അധികം പേരുണ്ട്. ഞാനിങ്ങനെ രാവിലെ നമ്മുടെ ഈ ഒരു ഹോസ്റ്റൽ വേൾഡിൽ നിന്നും ഈ ഒരു ഡോർമെട്രി സിസ്റ്റത്തിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ്. അവരുടെ തൊട്ട് പുറകെ തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. സോ ഇതിൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞ ആ ഒരു റിവർ. ആ റിവർ ഒന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം, ജർമ്മൻ ബോർഡർ ഒന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം സ്ട്രാസ്ബർഗിലേക്ക് പോകണം. നമുക്കവിടെ യൂറോപ്യൻ പാർലമെൻറ്റൊക്കെ കാണാനുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ നിന്നത്. സോ ഇതിൻ്റെ ബാക്ക് സൈഡാണ്, ബാക്ക് വ്യൂ ആണ്. ഞാനിത് ഇതിലേ ഒന്ന് ഇറങ്ങി അപ്പുറത്തേക്കൊന്ന് പോകാനുള്ള പ്ലാനിലാണ്. നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഇനി നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ സ്ട്രാസ്ബർഗിലേക്ക് വരികയാണെങ്കിലും ഈ ഒരു സ്ഥലം ഞാൻ സജസ്റ്റ് ചെയ്യും. അതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. കുഴപ്പമുണ്ടായാലും €40 ഒരു ദിവസത്തേക്ക്, ഒരു നൈറ്റത്തേക്ക് സ്റ്റേ. അത് എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാൽ വേറെ അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കിതിപ്പം എക്സ്പെൻസീവായിട്ട് തോന്നുന്നില്ല. ഞാനിങ്ങനെ അവിടെ നിന്ന് നടന്ന് ഈ റിവറിൻ്റെ സൈഡിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ. സോ ചുമ്മാ ഒന്ന് താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നേരത്തെ 2-3 പേര് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വേൾഡ് വാറിൻ്റെ എൻഡിൻ്റെ സമയത്ത് അവിടെയൊക്കെ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ചുമ്മാ കനഡ കത്തിച്ചോണം. ഇവിടം വരെ വന്നിട്ട് ജർമ്മനി പോകാതെ പോകണം, അതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നിയെങ്കിലും അടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു വലിപ്പം എനിക്ക് മനസ്സിലായത്. അപ്പം ഞാനങ്ങനെ നടന്ന് ഇപ്പം ഞാൻ ജർമ്മനിയുടെ അതിരിലൂടെയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ അപ്പുറത്തു നിന്ന് കണ്ട ആ ഒരു ജർമ്മൻ KEHL എന്ന് പറഞ്ഞ കേൽ എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയുടെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. അങ്ങനെ ജർമ്മനിയിൽ വന്നു. ജർമ്മനിയിൽ കാല് തട്ടിട്ട് തിരിച്ച് പോവുകയാണ്. അങ്ങനെ നടന്നതാ യൂറോപ്യൻ യൂണിയൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ്. യൂറോപ്യൻ യൂണിയൻ എന്ന് കേട്ടിട്ടുണ്ടായുള്ളൂ. അവരുടെ പാർലമെൻറ്റ് ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്, സ്ട്രാസ്ബർഗിൽ. ഏകദേശം 20 മിനിറ്റ് എടുത്ത് എനിക്കിവിടെ എത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്ട്രാസ്ബർഗിലേക്ക് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റ് എന്തായാലും വന്ന് കാണണം. ഉള്ള രാജ്യങ്ങളുടെയൊക്കെ ഫ്ലാഗുകൾ ഇവിടെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റ് ഹെഡ് ക്വാർട്ടേഴ്സാണ് സ്ട്രാസ്ബർഗിലുള്ളത്. ഫ്രാൻസിലാണിത് വരുന്നത്. ഇങ്ങനെ സ്ട്രാസ്ബർഗ് ലവ് യൂറോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുമാണ് യൂറോപ്പിലെ മെയിൻ 2 പവേഴ്സ്. സോ അവർക്ക് രണ്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റി ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർ മിക്കവാറും സ്ട്രാസ്ബർഗിനെ ഇങ്ങനെ യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ ആക്കിയെടുത്തത്. അപ്പം നമ്മളങ്ങനെ യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ അവിടെ നിന്ന് ട്രാമും ബസ്സും ഒക്കെ എടുത്ത്, ട്രാം എടുത്ത് സ്ട്രാസ്ബർഗിലേക്ക് ഗാർ സെൻട്രൽ, അതായത് സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകുന്നൊരു ട്രാം എടുക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. ഇതിൽ C എന്ന് പറഞ്ഞ ട്രാമിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റിംഗ്. ഇന്നലെ എടുത്ത അതേ ടിക്കറ്റ് എനിക്ക് ഇന്നും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 24 hours യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിങ്ങനെ രണ്ടാമത്തെ ദിവസമാണ് സ്ട്രാസ്ബർഗിൽ. ഒരു ട്രാം ഇറങ്ങി വന്നു. മൊത്തം ട്രാമുകൾ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ ആലോചിക്കുന്നതൊന്നുമല്ല ഗൈസ്, ഇവിടെ കടകൾ കുറേ ഉണ്ട്. എല്ലാം ഇങ്ങനെ തുറന്ന് ചില്ലൊക്കെ മലർത്തി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും തുറന്നിട്ടില്ല. ഇവിടെ ആകെ തുറന്നിട്ടുള്ളൊരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു കടയുള്ളത് ക്രിസ്മസ് മാർക്കറ്റാണ്. എനിക്കതാണ് വിഷമം. ഞാൻ ഫുഡ് കിട്ടാതെ ചാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നലെ ആണെങ്കിലും കഴിച്ചത് ബർഗറാണ്. ബർഗർ എനിക്ക് വേണ്ട. ഇനി ഒരു വഴിയില്ല. ഇവിടെ ആകെ 2 ഷോപ്പ് തുറന്നിട്ടുള്ളൂ. ഒന്നതും 5 ഗേഴ്സും ഒന്ന് മക്ഡൊണാൾഡ്സുമാണ്. ഞാനിങ്ങനെ ഒടുവിൽ 5 ഗേഴ്സിൽ കയറിയിരിക്കുകയാണ് ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാം ഷോപ്പുകളും പകുതി മുക്കാൽ അടച്ചിട്ടിരിക്കുകയാണ്. സോ ഇതാണ് നമ്മൾ പണ്ട് വർക്ക് ചെയ്ത കടയാണ് 5 ഗേഴ്സ്. അപ്പോൾ എനിക്കറിയാം എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ.
€18 ആയിട്ടുണ്ട്. €18. എനിക്കിവിടെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം എന്തൊക്കെയാണ് ചൂസ് ചെയ്യണമെന്നുള്ളത്. ചീസ് ബർഗർ അതിലെല്ലാം പോയി. ഇവിടുന്ന് ബർഗർ ഉണ്ടാക്കും. ഒരാൾ ബ്രെഡ് വെക്കും, ബ്രെഡിൻ്റെ മേലെ ഒരാൾ ഗാർണിഷ് ചെയ്യും, ഉള്ളി അതും ഇതും ഒക്കെ ഇടും. അപ്പുറത്തുനിന്ന് ആൾ സ്റ്റീക്ക് വെക്കുന്നു. അപ്പം ഞാനങ്ങനെ 5 Guys'ൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തിറങ്ങി കുറച്ച് നേരം റെസ്റ്റ് എടുത്തായിരുന്നു. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ സ്ട്രാസ്ബർഗ് സിറ്റി അടച്ചിടുന്നതാണ് എനിക്ക്. കാരണം ഒരു കടയും തുറന്നിട്ടില്ല. ഇവിടെ ഒന്നും ഒരു ബിൽഡിങ്ങിൻ്റെ മേളിലോ റൂമിലോ ഒന്നും ആരെയും കാണുന്നില്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയ സംഭവം. അങ്ങനെ ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ബോർഡറിലുള്ള സ്ട്രാസ്ബർഗിൽ 2ാമത്തെ ദിവസമാണ്. സമയം ഇപ്പോൾ ഏകദേശം 6:10 ആയിട്ടുണ്ട്. നമ്മുടെ ബസ് ഇവിടുന്ന് 7:35 ബസ് വരുന്നത്. സോ ഞാൻ ഈ ഒരു കാറിലായിരുന്നു. ഈ ഒരു കാറെന്ന് പറഞ്ഞ് സ്റ്റേഷൻ, ഈ ഒരു സ്റ്റേഷനിൽ അവിടെ ഒരു മോലേക്ക് ഇരുന്ന് ഫോൺ ചാർജ് ചെയ്യുമായിരുന്നു. നമ്മുടെ ബസ് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ബസ് വരും. നമ്മുടെ ബസ് ഒരു G എന്നുള്ള ബസ്സാണ്. നമ്മളങ്ങനെ സ്ട്രാസ്ബർഗിലെ ആ ഒരു സ്റ്റേഷനിൽ നിന്നും നേരെ ഫ്ലിക്സ് ബസ്സൊക്കെ, അതായത് പ്രൈവറ്റ് ബസ്സൊക്കെ വരുന്ന ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഫ്ലിക്സ് ബസ് വന്നിട്ടുണ്ട്. ഇത് ലക്സംബർഗിലേക്കുള്ളതാണ്. നമ്മുടെ ബസ് ഇതല്ല. ഞാൻ ഇത്ര നേരം അവിടെ ഇരിക്കുമായിരുന്നു. നല്ല തണുപ്പുണ്ട്. പ്രൈവറ്റ് ബസ് ആയതുകൊണ്ട് തന്നെ കയറിയിരിക്കാനോ തിയേറ്റർ സംവിധാനങ്ങളോ ഒന്നുമില്ല. കുറേ നിങ്ങൾ സ്ട്രാസ്ബർഗ് എല്ലാം വരുന്നവരാണെങ്കിൽ, നിങ്ങൾ ഫ്ലിക്സ് ബസ്സിന് അല്ലെങ്കിൽ ബ്ലാ ബസ്സിന് കാറിനൊക്കെ പോകുന്നവരാണെങ്കിൽ ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ബസ് വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനാണെന്നൊന്നും തോന്നത്തൊന്നുമില്ല. സോ ഇപ്പോൾ കുറേയധികം പേര് ഇവിടെ വന്നിരിപ്പുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ പാരീസിലേക്കുള്ള ബസ്. N215 റൺ എന്നാണ്. റണ്ണിലേക്കാണ് ഈ ഒരു ബസ് പോകുന്ന ഡയറക്ഷൻ. നമ്മൾ പാരീസിൽ രാത്രിയല്ല പുലർച്ചെ 2:10 പാരീസിലെത്തും. സോ ഇനി ഇതിൻ്റെ അകത്ത് കയറാം. നമ്മളങ്ങനെ സ്ട്രാസ്ബർഗിലെ കാഴ്ചകളൊക്കെ എടുത്ത് തിരിച്ച് പാരീസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ബാക്കിയെല്ലാം ഇനി പാരീസിലെത്തി കഴിഞ്ഞതിന് ശേഷം കുറച്ച് 2 മണിക്ക് ഞാൻ എന്ത് വീഡിയോ എടുക്കാനാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കൊണ്ട് എല്ലാവരോടും താങ്ക് യു. എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി.